ഹലോ ഗൈസ്, ഇപ്പോൾ ഒരു വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് കുറച്ച് വിളവെടുക്കാനുണ്ട്. കാരണം ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ടല്ലോ നമുക്ക് ഇത് വിളവെടുക്കാനുള്ളതുകൊണ്ട് ഒരു കോളിഫ്ലവറാണ്, പിന്നെ ചീരയുണ്ട്. കോളിഫ്ലവർ ചീരയും നമുക്ക് എടുക്കാം. പിന്നെ വഴുതന എടുക്കാനുണ്ട്. ആവശ്യത്തിന് കുറച്ച് മുളക് എടുക്കണം. മുളക് പിന്നെ അതിലെടുത്താൽ മതി. തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ. ക്യാബേജ് കോളിഫ്ലവർ, ചീര, വഴുതന. നമുക്ക് എടുത്തു തുടങ്ങാവേ. ഇതൊരു സന്തോഷ വാർത്തയുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് കോവൽ കുറേ കാലം കൊണ്ട് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തൈ മേടിച്ചു വെച്ചിട്ട് പോലും കിട്ടാതിരിക്കുമായിരുന്നു. ഇപ്പോൾ നല്ല പച്ച നിറത്തിൽ പിടിച്ച് വരുന്നുണ്ട്. നല്ലൊരു മൂട് പിടിച്ച് കിട്ടി. ഇത് കണ്ടോ, ഇതിൽ ഒരുപാട് പിടിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വിളവെടുക്കാം. വെള്ളം എടുക്കാവേ. ഞാനിവിടെ പിടിക്കാം. മതി. നമുക്ക് എടുക്കാവേ. പിടിച്ചോണേ, തറയിൽ പോയി. ഇവിടെ നിന്ന് മുടിച്ചങ്ങ് എടുക്കാം. കണ്ടല്ലോ. എന്തായാലും ഇതിനെ ഇവിടെ നിർത്തിയിരിക്കുമോ നമ്മൾ. നാളെ ഞാൻ പറഞ്ഞായിരുന്നു, എവിടുന്നോ കേട്ടതാണേ ഇതിനകത്ത് നിർത്തിയാൽ ഇനിയും പൂവുണ്ടാവുമെന്ന്. എന്തുവായാലും പരീക്ഷിക്കാം. പരീക്ഷണാർത്ഥം ഇത് നിർത്തിയേക്കുക. ഇത് ഇല ഇതിനകത്ത് തന്നെ ഇട്ടെടുക്കും കേസ്. അത് പിന്നെ ഇതിനകത്ത് തന്നെ ചേർന്ന് വളമായി നോക്കട്ടെ. കണ്ടോ, ഹായ്, എന്ത് ഭംഗി. വലുതോ നമുക്കിനി ചീര എടുക്കാം. ഇതിനെ നോക്കി എടുക്കാം. കുറച്ച് മുകളിൽ നിർത്തി. നമ്മളെന്നും പറയുന്ന പോലെ കുറച്ച് മുകളിൽ നിർത്തിയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോഴും എപ്പോഴും. കാരണം അവിടെ നിന്നിട്ട് ഇനി നമുക്കൊരു കുറേ 3-4 തവണയും കൂടെ തോരൻ വെക്കാം. 3-4 അല്ല, 5-6 തവണ തോരൻ വെക്കാനുള്ളത് ഈ ചീര തരും. ചീര നമുക്ക് ഒരെണ്ണം എടുക്കാം. ബാക്കി ഞാനീ എടുക്കാം. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഇച്ചിരി ഒന്ന് ലേറ്റായി പോയി. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, വൈകിട്ട് ഇനി അഥവാ എടുക്കേണ്ടി വന്നാൽ ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് ഇവരോട് അനുവാദം ചോദിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ പഴമക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. മുറം എന്തി അപ്പുകുട്ടാ? അപ്പുകുട്ടൻ ഇങ്ങനെ വിളവെടുക്കാൻ വേണ്ടി അച്ഛൻ മേടിച്ചു കൊടുത്ത മുറമാണ്.